ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. കൊല്ലം കടക്കലിൽ നിന്ന് കൈവിലങ്ങുമായി ചാടിപ്പോയ പ്രതികൾ അച്ഛനെയും മോനെയും പിടിച്ചിരിക്കുന്നു. മേപ്പാടിയിൽ നിന്നാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. നെടുമങ്ങാട് സ്വദേശി അയൂബ് ഖാൻ, മകൻ സെയ്ദലവി എന്നിവരാണ് പിടിയിലായത്. 2 ദിവസം മുൻപാണ് ഇവർ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞത്. അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അച്ഛനും മോനും കൈവിലങ്ങുമായിട്ട് കൊല്ലത്ത് നിന്ന് ചാടുന്നു. അതിനുശേഷം മേപ്പാടിയിൽ വെച്ച് പിടിയും. ഏത് വയനാട് മേപ്പാടിയാ? ഇതാ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു. അച്ഛന്റെയും മോന്റെയും ദൃശ്യങ്ങൾ കാണാം. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദിലീപ് ദേവസ്യ, കൊല്ലത്ത് നിന്നാണ് ഇവർ ചാടിപ്പോയത് കൈവിലങ്ങുമായി, അച്ഛനും മോനും. ഇവര് മേപ്പാടി എന്ന് പറഞ്ഞാൽ വയനാട് മേപ്പാടിയാണോ? ഡോക്ടർ അരുൺകുമാർ, വയനാട് മേപ്പാടി തന്നെ. അതായത് ഇത്രയും ജില്ലകൾ താണ്ടി പ്രതികൾ കടന്നു കളഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം. കാരണം കടക്കലിൽ നിന്ന് ഞായറാഴ്ച പുലർച്ചെയാണ് പ്രതികൾ കൈവിലങ്ങുമായി രക്ഷപ്പെടുന്നത്. അതിനുശേഷം കൈവിലങ്ങ് അത് പൊട്ടിച്ചിട്ടുണ്ടാകാം എന്ന് സംശയിക്കുന്നു. നമുക്ക് CCTV ദൃശ്യങ്ങളിലടക്കം ഈ ഒരു മഞ്ഞ ടീഷർട്ട് ധരിച്ച ആളും ഒപ്പം തന്നെ മറ്റൊരാളും നടന്നു പോകുന്നത്, അതാണ് പ്രതികളെന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഒപ്പം തന്നെ മേപ്പാടിയിൽ നിന്ന് പ്രതികൾ പിടിയിലായതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ നമുക്ക് ലഭിക്കുകയും ചെയ്തു. അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് തരികയും ചെയ്ത്. എന്തായാലും ഇപ്പോൾ പ്രതികൾ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. നെടുമങ്ങാട് സ്വദേശി അയ്യൂബ് ഖാനും മകൻ സെയ്ദലവിയുമാണ് പിടിയിലായത്. ഈ പാലോട് കടകൾ കേന്ദ്രീകരിച്ച് നടത്തിയ മോഷണത്തിലായിരുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അവർ ഇപ്പോൾ പിടിയിലായിരുന്നു. അത് ഞായറാഴ്ച വരുന്ന വഴി, അതായത് പുലർച്ചെ 4 മണിക്ക് പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റണമെന്നൊരു ആവശ്യം പറഞ്ഞതോടുകൂടി ഇവർ വാഹനം നിർത്തുകയായിരുന്നു. ആ സമയത്ത് കൊല്ലം കടയ്ക്കൽ ചുണ്ടയിൽ നിന്ന് പ്രതികൾ രക്ഷപ്പെടുന്നു. അവരെ പിടികൂടിയത് വയനാട് സുൽത്താൻ ബത്തേരിയിലായിരുന്നു. അപ്പോൾ പോലീസിന് ഒരു സംശയം, അവർ വയനാട്ടിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം മുമ്പൊക്കെ മോഷണം നടത്തിയാലും ഇവർ ഒളിവിൽ പോകുന്നത് വയനാട്ടിലായിരുന്നു. അവിടെയായിരുന്നു ഈ പണം ചെലവഴിച്ചതും മറ്റു സാധനങ്ങളെല്ലാം വിൽപ്പന നടത്തിയതെല്ലാം തന്നെ വയനാട്ടിലായിരുന്നു. അങ്ങനെ വയനാട് കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കടക്കലിൽ നിന്ന് രക്ഷപ്പെട്ട അച്ഛനെയും മകനെയും പിടികൂടുന്നത്. പക്ഷേ ഇതിൽ ഗുരുതരമായ മറ്റൊരു കാര്യം, ഇത്രയും നേരം പോലീസ് വല വിരിച്ച് അന്വേഷണം നടത്തിയിട്ടും ഇത്രയും ജില്ല കടന്നു പോയി വയനാട്ടിൽ എത്തിയത് പോലീസിന്റെ അന്വേഷണത്തിൽ എവിടെയോ ഒരു പാളിച്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഈ പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങളും ഈ ഫോട്ടോകളും നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു തരത്തിലുള്ള അന്വേഷണങ്ങളും ഈ 2 ദിവസങ്ങളിലേക്കും നടന്നില്ല. പക്ഷേ ഇന്ന് പുലർച്ചെയോടെയാണ് പ്രതികളെ മേപ്പാടിയിൽ വെച്ച് പോലീസ് പിടികൂടുകയും ചെയ്തത്. എന്തായാലും പോലീസിന് ആശ്വാസമായിരിക്കുന്നു. നേരത്തെ കൈവിലങ്ങുമായി പ്രതികൾ ചാടിപ്പോയി എന്നുള്ളത് പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കി. കടക്കൽ ഭാഗത്ത് ഡ്രോൺ ഉപയോഗിച്ച് ഒപ്പം തന്നെ ഡോഗ് സ്ക്വാഡിനെ എല്ലാം വെച്ച് പരിശോധനയൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ പ്രതികൾ ഇപ്പോൾ വയനാട് മേപ്പാടിയിലാണ് പിടിയിലായിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസ് അത് കൺഫേം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ദിലീപ്, നോക്കൂ, ഇത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. കൊല്ലത്ത് രാവിലെ ചുണ്ടയിൽ നിന്ന് കൈവിലങ്ങുമായിട്ട് ഇവർ ചാടുന്നു, അച്ഛനും മോനും. അതിനുശേഷം അവിടെ നിന്ന് കൊല്ലം കടന്ന് ആലപ്പുഴ കഴിഞ്ഞ് പത്തനംതിട്ട കടന്ന് അങ്ങ് തൃശ്ശൂരും എറണാകുളം ഒക്കെ കഴിഞ്ഞ് വയനാട് ഇവരെങ്ങനെ പോയി? ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴിയും നമ്മൾ ടെലിവിഷൻ ചാനലിലൂടെയും ഒക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കവെയാണ് ഇവർ പോയത്. ഇവരുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ, ഇവർക്ക് ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ? ഇവർക്കപ്പം ആരുടെയെങ്കിലും ഒക്കെ സഹായം കിട്ടിയിട്ടുണ്ടാവുമോ? എങ്ങനെയാണ് ഇത്ര ജില്ലകൾ താണ്ടി ഇവർക്ക് പോകാൻ കഴിയുക വയനാട് വരെ? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, ഇതേ സംശയം തന്നെയാണ് ഇനിയിപ്പോൾ പോലീസിന് അറിയേണ്ടത്. കാരണം കൈവിലങ്ങുമായി പോലീസ് പിടികൂടുമ്പോൾ ഇവരുടെ കയ്യിൽ പണം വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. എന്നിരുന്നാലും ശരി, ഈ പ്രതികളെ വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പിടികൂടി കൊണ്ടുവരുന്നതിനിടയിൽ 4 മണിയോടുകൂടിയാണ് കടക്കലെത്തുന്നതും. ആ സമയത്താണ് ഇരുവരും ചാടിപ്പോകുകയും ചെയ്തത്. പക്ഷേ ഇതിൽ പോലീസ് ഒളിച്ചു വെക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കൈവിലങ്ങ് ഈ പ്രതികൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. പക്ഷേ പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഈ കൈവിലങ്ങ് അഴിച്ചു നൽകിയിട്ടുണ്ടാകാം. ഒരു പക്ഷേ ആ സമയത്തായിരിക്കാം പ്രതികൾ രക്ഷപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രതികൾ കൈവിലങ്ങുമായി രക്ഷപ്പെട്ടു എന്നുള്ള കാര്യങ്ങളാണ് പോലീസിന് ലഭിച്ചിരുന്ന വിവരം. കടക്കൽ പോലീസിനും ആ വിവരമാണ് പാലോട് പോലീസിൽ നിന്ന് ലഭിച്ചത്. അങ്ങനെയാണ് പാലോട് പോലീസ് അന്വേഷണം നടത്തുകയും ഒപ്പം കടക്കൽ സ്റ്റേഷനിൽ ഇത് FIR ഇടുകയും ചെയ്തു. അങ്ങനെ കടക്കൽ പോലീസും ഒപ്പം പാലോട് പോലീസും അന്വേഷണം നടത്തി. ഈ സകല ജില്ലാ അതിർത്തികളും ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തിയിരുന്നു. അത് അഞ്ചൽ വഴി, കുളത്തുപുഴ വഴി അവർ തെന്മലയിലേക്ക് കടക്കാനുള്ള സാധ്യത, അവിടെ നിന്ന് തെങ്കാശിയിലേക്ക് പോകാനുള്ള സാധ്യത എല്ലാം തന്നെ പോലീസ് നോക്കിയിരുന്നു. അങ്ങനെ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം തന്നെ പോലീസ് വിദഗ്ധമായി ഇവരെ പിടികൂടണം എന്നുള്ള ആവശ്യത്തോടു കൂടെ തന്നെ അന്വേഷണം നടത്തിയിരുന്നു, അരിച്ചു പെറുക്കിയിരുന്നു. പക്ഷേ ഇതൊന്നുമില്ലാതെ കേരളത്തിൻ്റെ നെഞ്ചിലൂടെ തന്നെ പോയി കൊച്ചിയും കടന്ന് അവർ തൃശ്ശൂരും കടന്ന് കോഴിക്കോടും കടന്ന് വയനാട്ടിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഇവരെ വയനാട് മേപ്പാടിയിൽ നിന്ന് പിടികൂടിയിരിക്കുന്നു. ഇനിയിപ്പോൾ നേരത്തെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ
ഇവരെ ആരെങ്കിലും ഒന്ന് സഹായിച്ചിട്ടുണ്ടാകാം. ഇവരുടെ കയ്യിൽ പണമില്ല എന്നായിരുന്നു നമ്മളെ അടുത്ത് ഇന്നലെ അടക്കം പോലീസ് പറഞ്ഞത്. അവരുടെ അടുത്ത് വെള്ളം കുടിക്കാൻ അവർക്ക് സാധ്യതയില്ല, ഭക്ഷണം കിട്ടാൻ സാധ്യത, അതുകൊണ്ട് അവർ പോലീസിൽ കീഴടങ്ങുമെന്നുള്ള ഒരു വിശ്വാസം പോലീസിന് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇപ്പോൾ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് അവർ വയനാട് മേപ്പാടിയിൽ വെച്ച് പിടിയിലായിരിക്കുന്നു. ഇവർ ആരടുത്തേക്കായിരിക്കും പോയിരിക്കുക? അല്ലെങ്കിൽ നേരത്തെ മോഷണം നടത്തി വയനാടിലാണ് ഇവർ കേന്ദ്രീകരിച്ച് ഈ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുക, അതെല്ലാം ചെയ്യുന്നത് വയനാടാണ്. അങ്ങനെയെങ്കിൽ വയനാട്ടിൽ ഇവരെ സഹായിക്കാൻ ഒരു ടീം ഉണ്ടാകാം. ആ ടീമിനെ ഇനി എന്തായാലും കേന്ദ്രീകരിക്കണം. ഇവർ എന്തായാലും വയനാട്ടിൽ വെച്ച് ഇന്ന് പുലർച്ചെ വയനാട് ജില്ലയുടെ മേപ്പാടിയിൽ വെച്ച ഈ 2 പ്രതികളും പിടിയിലായിരിക്കുന്നു. അയ്യൂബ് ഖാനും സെയ്തലബിയുമാണ് പിടിയിലായത്. പിതാവും മകനുമാണ്. പാലോട് മോഷണം നടത്തിയ കേസിലാണ് പിടിയിലായത്. നേരത്തെ ദിലീപ്, ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ ദിലീപ്, ഇവരെ ബത്തേരിയിൽ ഇതാണ് പിടിച്ചുകൊണ്ട് വന്നത്. ഇവരുടെ ഒരു രീതി മറ്റ് നാടുകളിലെത്തി കടകൾ കുത്തി തുറന്ന് മോഷണം നടത്തിയതിനു ശേഷം വയനാട്ടിലെ ബത്തേരിയിലോട്ട് പോവുകയാണ്. അപ്പം ബത്തേരി കേന്ദ്രമാക്കി ഇവർക്ക് എന്തോ ഒരു ഹൈഡ് ഔട്ട് ഉണ്ട്, ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതല്ലെങ്കിൽ കൊല്ലത്തുനിന്ന് ചാടി ഇവര് വയനാട് മേപ്പാടിയിൽ എങ്ങനെ എത്തും എന്നുള്ളത് ഒരു ചോദ്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഇവർക്ക് എവിടുന്ന് പൈസ കിട്ടി? ഇവർക്ക് യാത്ര ചെയ്യണമെങ്കിൽ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ കയറി പോകണ്ടേ? പോലീസ് പിടിക്കുമ്പോൾ ഇനി ഇവരുടെ പോക്കറ്റിലുള്ള പൈസയൊന്നും എടുക്കാതെ അങ്ങ് പിടിച്ചുകൊണ്ട് വന്ന വഴിക്ക് ഒരു വിനോദയാത്ര പോകുന്ന പോലെ കൊണ്ടുപോവുകയായിരുന്നു. എന്തായാലും ഡോക്ടർ അരുൺകുമാർ, ഈ ചോദ്യം പ്രസക്തമാണ്. കാരണം പ്രതികൾ എങ്ങനെ വയനാട് വരെ എത്തി എന്നുള്ളതാണ്. കാരണം ഒരു പ്രതിയുടെ കയ്യിൽ വിലങ്ങുണ്ടായിരിക്കാം എന്നുള്ള സൂചനയുണ്ട്. അത് പോലീസ് വിലങ്ങ് അഴിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ വിലങ്ങുണ്ടാകാം, അല്ലെങ്കിൽ 2 പേരുടെയും വിലങ്ങ് ഇവർ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ 2 പേരുടെയും കയ്യിലും ഒരു പക്ഷേ വിലങ്ങിൻ്റെ ഒരു കഫെങ്കിലും കയ്യിൽ ഉണ്ടാകാം എന്നുള്ളത് 100% ശരിയാണ്. അങ്ങനെ ഈ 2 പ്രതികളും ഈ കൈവിലങ്ങുമായി എങ്ങനെ പോയിട്ടുണ്ടാകാം? ഇപ്പോൾ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞത് ബസ്സിലോ ട്രെയിനിലോ ആണെങ്കിൽ അവരെ പിടികൂടാൻ പോലീസിന് സാധിച്ചില്ല. ഇനി മറ്റാരെങ്കിലും ലോറി സഹായമോ എന്തെങ്കിലും സഹായമായി റോഡ് മാർഗം പോയിട്ടുണ്ടെങ്കിലും അതും അന്വേഷിക്കേണ്ടത്. ഇന്നലെ കഴിഞ്ഞ ദിവസം സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പോലീസ് ഇവരെ പിടികൂടുമ്പോൾ ഇവരുടെ പക്കൽ പണമുണ്ടായിരുന്നു. ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ആ സമയത്ത് ഇവരുടെ പക്കൽ പണം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് പോലീസ് അറിഞ്ഞിട്ടുണ്ടാകില്ല എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് അവർ ഉപയോഗിച്ച വസ്ത്രം തന്നെയായിരുന്നു. അതായത് ഒരു യെല്ലോ ടീഷർട്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ആ യെല്ലോ ടീഷർട്ട് ഉണ്ടെങ്കിൽ അവരുടെ വസ്ത്രങ്ങളൊന്നും മാറ്റിയിട്ടുണ്ടാകില്ല, അവരുടെ പേഴ്സും പണവും ഒരുപക്ഷെ പോലീസ് വാങ്ങി വെച്ചിട്ടുണ്ടാകില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ പോലീസിന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയ പ്രതികൾ ഇത്രയും ജില്ലകൾ താണ്ടി വയനാട്ടിൽ എത്തിയിരിക്കുന്നു. വയനാട്ടിൽ നിന്നാണ് പിടികൂടി. നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ വയനാട്ടിൽ ഇവരെ സഹായിക്കാൻ ഒരുപക്ഷെ ആളുകളുണ്ടാവും. ഇവർ ഇവിടെ മോഷണം നടത്തിയാൽ വയനാട്ടിലാണ് ഒളിച്ചിരിക്കുകയും അവിടെയാണ് പ്രധാനപ്പെട്ട സാധനങ്ങൾ വിൽപ്പന നടത്തുന്നതും അവിടെ നിന്നാണ് ഈ പണം ചെലവഴിക്കുകയും പിന്നീടാണ് കൊച്ചി, തിരുവനന്തപുരമൊക്കെ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുക. എന്തായാലും പ്രതികൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. ഡോക്ടർ അരുൺകുമാർ, ഇതാണ് നമ്മുടെ അത്ഭുതപ്പെടുത്തിയല്ലേ. കൊല്ലത്ത് ചൂണ്ടയിൽ വെച്ച് അച്ഛനും മോനും കള്ളന്മാരാണ്, സ്ഥിരം മോഷ്ടാക്കളാണ്. അപ്പോൾ അവരെ പോലീസ് തിരിച്ച് കടക്കിലേക്ക് കൊണ്ടുവരുന്നു. വയനാട്ടിൽ നിന്നാണ് പിടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ പുലർച്ചെ എത്തുന്ന സമയത്ത് അത് ഒന്നിന് പോകണമെന്ന് പറയുന്നു. അങ്ങനെ അച്ഛൻ്റെ മോൻ്റെയും കൈ വിലങ്ങുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇനി വിലങ്ങ് അഴിച്ചു കൊടുത്തോ എന്നറിയില്ല. അതിനുശേഷം അച്ഛനും മോനും കൂടി ഇറങ്ങി ഓടുന്നു. പോലീസുകാരാണെങ്കിൽ ആ അച്ഛനും മോനെ പിടിക്കാൻ പറ്റാതെ തളർന്നിരിക്കുന്നു. അങ്ങനെ പിന്നീട് അങ്ങ് ഡ്രോൺ വെച്ച് നിരീക്ഷണവും പരീക്ഷണവുമായിരുന്നു കുറേ ദിവസങ്ങളിൽ ആ ചൂണ്ടയിൽ കടക്കൽ ഭാഗങ്ങളൊക്കെ. ജില്ലാ അതിർത്തി വിട്ട് അവർ നേരെ വയനാട് മേപ്പാടിയിലെത്തി. അതാണ് സംഭവം. എന്തായാലും ഒടുവിൽ പൊക്കിയിട്ടുണ്ട് 2 പേരെയും, അച്ഛനെയും മോനെയും. അച്ഛനാരാ മോൻ എന്താ അല്ലേ.